ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 7 സെൻറ്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ ഇൻറ്റീരിയർ ഉൾപ്പെടെ 28 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ ഒരു വീടാണ്. ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഭംഗിയിൽ ചെയ്തിട്ടുള്ളതാണ്. എക്സ്റ്റീരിയർ ഭംഗി കൊടുക്കുന്ന ഫ്ലാറ്റ് റൂഫ്, ഷോ വാള്, ജിയയുടെ ഹാൻഡ് റെയിൽ, അതുപോലെ മുകളിൽ കൊടുത്തിട്ടുള്ളൊരു ഗ്ലാസ് വർക്ക് എന്നിവയാണ്. പിന്നെ പെയിൻറ്റിങ്ങും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെ 2 സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ടൈലാണ്. അതുപോലെ ഇവിടെ 2 സൈഡിലായിട്ട് സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ലാബ് വാർത്തിട്ട് അതിന് മുകളിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളതാണ്. സിമ്പിളായിട്ടുള്ള 2 ചെയറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്നത് ഫ്രണ്ടിലേക്കായിട്ട് 2 സിംഗിൾ വിൻഡോ ആണ്. മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് പ്ലാവിലാണ്. സിമ്പിൾ ഡിസൈനാണ്. അതുപോലെ 2 ഷട്ടറാണ് വരുന്നത്. ഒരെണ്ണം കാലും ഒരെണ്ണം മുക്കാലും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹാൻഡിലാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ്ങിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് നേരെ കാണുന്ന വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ 2x4 വിട്രിഫൈഡ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഡൈനിങ്ങും മറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡൈനിങ്ങിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ജിഐയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വുഡൻ ടൈപ്പ് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. 300-308 സൈസിലാണ് ഈ ഒരു ലിവിങ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു ഗ്രേ കളർ ഷെയ്ഡിൽ വരുന്ന കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്കാണ്. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് കടക്കാം. ഇവിടെയും ഫോൾ സീലിംഗ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 ഹാങ്ങിങ് ലൈറ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് നേരെ കാണുന്ന ഭാഗത്ത് ഒരു പാസേജ് കൊടുത്തിട്ട് ആണ് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. 330-402 ആണ് ഈ ഒരു ഡൈനിങ്ങിൻ്റെ സൈസ് വരുന്നത്. 6 വുഡൻ ചെയറുകളോട് കൂടിയിട്ടുള്ള ഒരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് 2 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. വിൻഡോസിൽ പാനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി ഡൈനിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡിൽ കാണുന്ന ഡോറ് കിച്ചണിലേക്കുള്ളതാണ് കേട്ടോ. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. സിമ്പിൾ ബേസിനാണ്. ഓവൽ ഷേപ്പിലുള്ള മിററും അതുപോലെ വാളിൽ പാനലുമാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. 336-336 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ്. ഈ ഒരു കോർണറിലായിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബിന് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാത്റൂമിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് ഫൈബർ ഡോറായിട്ടാണ്. 140-210 സൈസിലാണ് ബാത്റൂം വന്നിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ വർക്ക് ബാലൻസ്ഡ് ആണ്. ഇനി വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ഡോറുകൾ റെഡിമെയ്ഡായിട്ട് ചെയ്തിട്ടുള്ളതാണ്. 342-390 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. സീലിങ്ങിലായിട്ട് LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്.
കളറും ഡിസൈനും നോക്കിക്കോളൂ. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ ബാത്റൂം വരുന്നത്. 220x140 ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതിനകത്തും ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ പരിചയപ്പെടാം. കിച്ചൻ്റെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഭാഗത്താണ് ഗ്ലാസ് ചെയ്തിട്ടുള്ളത്. അത് ലെങ്തി ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 300x430 സൈസിലാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വാളിൽ ഒരു ഷോക്ക് പീസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്താണ് വിൻഡോ വന്നിട്ടുള്ളത്. ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയയും ഈ ഒരു ഷോ ഏരിയയും തമ്മിൽ വേർതിരിക്കുന്നത്. ഒരു കോർണറിലായിട്ടാണ് സിങ്ക് വന്നിട്ടുള്ളത്. സിങ്കിന് മുകളിലായിട്ട് GTBT കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. 2 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്ലാബ് വാർത്തിട്ട് അതിന് മുകളിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് വിറകടുപ്പും സ്റ്റവൊക്കെ വരുന്നത്. പിന്നെ അതാ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് തള്ളിച്ചിട്ടാണ് ഈ ഒരു സ്ലാബ് വാർത്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് സ്റ്റൗ കൊടുത്തിട്ടുള്ളത്. വെന്റിലേഷന് വേണ്ടിയിട്ട് GI വർക്കാണ്. ഈ ഒരു സ്റ്റോർ റൂം നോക്കാം. ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആണ്. ഇതിനകത്ത് ഫെറോ സിമെൻറ്റ് വർക്ക് കൊടുക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോറേജ് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ നോക്കാം. സ്റ്റെയർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഹാൻഡ് റെയിൽ വന്നിട്ട് GIയിലാണ്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. സ്റ്റെയർ കയറി വരുമ്പോൾ കിട്ടുന്ന ഒരു ഹാളാണിത്. ഇവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഡോർ ഉണ്ടല്ലോ, ഇത് ഓരോ ഓപ്പൺ ടെറസിലേക്കുള്ളതാണ്. സ്റ്റെയറിൻ്റെ ലാൻഡിങ് സ്പേസിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു GI വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഡോറും ഒരു ഓപ്പൺ ടെറസ് ആണ്. അപ്പോൾ നമുക്ക് കയറി വരുമ്പം കിട്ടുന്ന ആ ഒരു ഓപ്പൺ ടെറസ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് ഫ്രണ്ടിലേക്ക് നല്ലൊരു വ്യൂ ഉള്ള ഏരിയ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഹാളിൽ വന്നിട്ടുള്ള ബേ വിൻഡോ നോക്കാം. ഇത് അയൺ ടേബിളായിട്ടും സ്റ്റഡി ടേബിളായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഫുൾ ഗ്ലാസ് ആണ് ഇതിന് അപ്പുറത്ത് നൽകിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് എലിവേഷനിൽ കാണുന്ന ആ ഒരു സ്പേസ് കേട്ടോ. ഈ ഒരു പാസേജിലായിട്ടൊരു ബാത്റൂം വന്നിട്ടുള്ളതാണ്. അതിന് മുകളിലായിട്ട് സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഒരു ബെഡ്റൂമിൽ നിന്നുള്ള ബാത്റൂമാണ്. താഴെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിൽ വരുന്ന ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഫർണിഷിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ വിൻഡോസിൽ സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗിൽ LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഈ ഒരു കോർണറിലേക്കായിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വിൻഡോ ബേ വിൻഡോ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതൊന്ന് കാണിക്കാൻ വിട്ടിട്ടുള്ളതാണ്. ഇതിന് മുകളിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഇനി ബാത്റൂം നോക്കാം. ഇതും അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഓവർ വലുപ്പമില്ല. ആ ഒരു രീതിയിലുള്ള ബാത്റൂമാണ്. ഇതിൻ്റെ സൈസ് ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.